ലൈബീരിയയിൽ തൊഴിൽ തട്ടിപ്പിന് ഇരയായി മലയാളി യുവാവ്. കോട്ടയത്ത് താമസിക്കുന്ന ജയകുമാറാണ് 6 മാസമായി ലൈബീരിയയിൽ കുടുങ്ങിക്കിടക്കുന്നത്. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ രോഗബാധിതനായ ജയകുമാറിനെ നാട്ടിലെത്തിക്കാൻ ഭാര്യയും ബന്ധുക്കളും ഉൾപ്പെടെ ശ്രമിച്ചുവെങ്കിലും വിഫലമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസുമായി കുടുംബം ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയത്ത് താമസിക്കുന്ന അടൂർ സ്വദേശിയായ ജയകുമാർ കഴിഞ്ഞ 3 വർഷമായി ലൈബീരിയയിൽ ജോലി ചെയ്യുകയായിരുന്നു. ലൈബീരിയയിൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്നും കൃത്യമായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പ്രാഥമിക സൗകര്യങ്ങളൊന്നും ലഭ്യമാകാതെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അദ്ദേഹം അവിടുത്തെ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഗുജറാത്ത് സ്വദേശിയായ ഒരു വ്യക്തിയുടേതായിരുന്നു ഈ 3 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനി. ലൈബീരിയയിൽ വെച്ച് തന്നെ പരിചയപ്പെട്ട മറ്റൊരു ഗുജറാത്ത് സ്വദേശിയുടെ മൈനിങ് സംബന്ധമായ ജോലികൾ ഏർപ്പെടുന്ന ഒരു കമ്പനിയിലേക്ക് ജോലി മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആദ്യത്തെ കമ്പനിയിൽ നിന്ന് ജോലി രാജിവെച്ച് ജനുവരിയിൽ ഗുജറാത്ത് സ്വദേശിയായ മറ്റൊരാളുടെ കമ്പനിയിൽ ജോലിക്ക് ജയകുമാർ പോകുന്നു. ജനുവരിയിൽ അവിടെ എത്തിയതിന് ശേഷമാണ് ജയകുമാർ അറിയുന്നത് ലൈബീരിയയിൽ ഈ പുതിയതായി താൻ ജോലിക്ക് എത്തിയ കമ്പനിക്ക് നടപടിക്രമങ്ങളൊന്നും പാലിക്കാത്തതായിരുന്നു. ലൈബീരിയയിൽ തൊഴിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കമ്പനി നടത്തിയിരുന്നില്ല. അങ്ങനെ താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് ജയകുമാർ തിരിച്ചറിയുന്നു. ജനുവരിയിൽ അവിടെ എത്തിയതിനു ശേഷം ജയകുമാറിനൊപ്പം ഉണ്ടായിരുന്ന 2 ഗുജറാത്ത് സ്വദേശികളായ തൊഴിലാളികൾ, ഗുജറാത്ത് സ്വദേശിയായ ഈ ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുന്ന് മടങ്ങിപ്പോരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനി ഒക്ടോബറിലെ ഈ കമ്പനിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി അവിടെ തൊഴിൽ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് പുതിയ കമ്പനിയുടെ ഗുജറാത്ത് സ്വദേശിയായ ഉടമ ജയകുമാറിനെ അറിയിച്ചത്. ഉടമ ഉൾപ്പെടെ മറ്റ് തൊഴിലാളികൾ തിരികെ പോരുമ്പോൾ ജയകുമാർ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യവും ഉണ്ടാവുകയായിരുന്നു. ജയകുമാർ ഇതിനിടയിൽ മറ്റ് സൗകര്യങ്ങളൊന്നുമില്ലാതെ ആഫ്രിക്കൻ സ്വദേശിയായ ഒരു സുഹൃത്തിൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിലാണ് ജനുവരി മുതലുള്ള 6 മാസക്കാലം അവിടെ ജീവിച്ചു പോകുന്നത്. ഇതിനിടയിൽ അദ്ദേഹത്തിന് മലേറിയ പിടിപെടുന്നു. തീർത്തും പരിമിതമായ സാഹചര്യങ്ങൾ, പ്രാഥമിക സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടിലായ അവസ്ഥ. ഇതിനിടയിൽ ഈ ആദ്യത്തെ കമ്പനിയിലെ ഉടമ ജയകുമാറിൻ്റെ പാസ്പോർട്ട് പിടിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അതിൻ്റെ കാരണമായി പറയുന്നത് ജയകുമാറിൻ്റെയും സുഹൃത്തായിട്ടുള്ള ഒരു ആഫ്രിക്കൻ സ്വദേശി ഈ ആദ്യത്തെ കമ്പനിയിലെ ഉടമയിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു. ഇതിൻ്റെ ബാധ്യത ജയകുമാറിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കെട്ടിവെച്ചുകൊണ്ട് ഈ ആഫ്രിക്കൻ സുഹൃത്ത് ചതിക്കുകയായിരുന്നു എന്നുള്ളതാണ് കാരണം പറയുന്നത്. അങ്ങനെ ജയകുമാറിൻ്റെ കയ്യിൽ നിന്നും ഈ ആദ്യത്തെ കമ്പനിയുടെ ഉടമയ്ക്ക് ലഭിക്കാനുള്ള പണം കൈപ്പറ്റണം. അതിൻ്റെ ജയകുമാറുമായി തനിക്ക് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം നുണപ്രചാരണം, കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരുത്തി തീർത്തുകൊണ്ട് ജയകുമാറിൻ്റെ മേൽ ആ വലിയൊരു സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുകയും ആദ്യത്തെ കമ്പനിയിലെ അദ്ദേഹം കഴിഞ്ഞ 3 വർഷമായി ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ ഉടമ ജയകുമാറിൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും നാട്ടിലേക്ക് തിരികെ പോരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടയിലാണ് അദ്ദേഹം പരിമിതമായ സാഹചര്യങ്ങളിൽ രോഗ അവസ്ഥയൊക്കെ ഉണ്ടായി അവിടെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ഇപ്പോൾ അവിടെ കഴിഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ജയകുമാറിനെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. അതിനുവേണ്ടി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ശ്രമിച്ചു. പക്ഷേ ശ്രമങ്ങളെല്ലാം വിഫലമായി. ഇതിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ബന്ധപ്പെട്ടു. നടപടി ഉണ്ടാകും, ഉടൻ തന്നെ ജയകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകും എന്നുള്ള ഒരു ആശ്വാസ വാർത്ത കൂടെ ജയകുമാറിൻ്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ജയകുമാറിൻ്റെ ഭാര്യ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പാസ്പോർട്ട് പിടിച്ചു വെക്കുന്ന സാഹചര്യവും ഈ സാമ്പത്തിക ബാധ്യത ജയകുമാറിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യവും അത് എങ്ങനെയാണ് സംഭവിച്ചത്? ഈ ആദ്യത്തെ കമ്പനിയിലെ ഗുജറാത്ത് സ്വദേശിയായ ഉടമ ഇപ്പോഴും ദ്രോഹിക്കുന്നതിനുള്ള ഒരു സാഹചര്യം എന്താണ്? ആഫ്രിക്കക്കാരൻ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും അവിടെ ഇവർ ഈ രണ്ടാമത്തെ കമ്പനിക്കാർ ഇട്ടിട്ട് പോന്നപ്പം അദ്ദേഹം നാട്ടിലേക്ക് ഞങ്ങളുടെ ചെലവിനും അദ്ദേഹത്തിൻ്റെ ചെലവിനും വേണ്ടി കടം വാങ്ങിച്ചിരുന്നു പൈസ. അപ്പം കടം വാങ്ങിച്ച് ഈ ആഫ്രിക്കക്കാരൻ സുഹൃത്ത് ഈ പഴയ കമ്പനിയുടെ ഉടമയ്ക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം കമ്പനി ഉടമ അയാളോട് പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ജയകുമാറിന് കൊടുത്ത പൈസ തിരിച്ചു കിട്ടട്ടെ, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് അയാൾ കൈ ഒഴിഞ്ഞു. അങ്ങനെ കൈ ഒഴിഞ്ഞപ്പോഴാണ് വിളിച്ചു വരുത്തിയിട്ട് ബലമായിട്ട് പാസ്പോർട്ട് പിടിച്ച് വാങ്ങിച്ചു വെച്ചത്. ആഫ്രിക്കൻ സുഹൃത്ത് ജയകുമാറിൻ്റെ മേൽ ഈ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യത്തെ കമ്പനിയിലെ ആൾ വന്ന് പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നു. ഈ രണ്ടാമത് ഇപ്പോൾ ജോലിക്ക് എത്തിയിരിക്കുന്ന ജനുവരിയിലെത്തിയ ആ ഗുജറാത്ത് സ്വദേശിയായ കമ്പനിയുടെ ഉടമ, അദ്ദേഹവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? അവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അവരൊരു സഹായവും ചെയ്തിട്ടുമില്ല. അവർ ഗുജറാത്ത് സ്വദേശിയായ രണ്ടാമത്തെ കമ്പനിയുടെ ഉടമ ലൈബീരിയയിൽ എത്തിയതിനു ശേഷം ജയകുമാറിനെ മാത്രം അവിടെ ഒറ്റയ്ക്കാക്കി തിരികെ പോരുകയായിരുന്നു. അതെ. കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികളും തിരികെ പോന്നു. കൂടെ തൊഴിലാളികളില്ല. ഈ 2 മുതലാളിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രദീപ് കുമാർ, സിറാജ് വിജയകുമാർ എന്ന് പറയുന്ന 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ജയകുമാറിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് തിരികെ പോന്നു. അതെ.
പിന്നീട് കാര്യങ്ങളോ നടപടികളോ ഒന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇല്ലില്ല ഒന്നും. അതിനിടയിലാണ് ഈ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നത്. അതെ, പാസ്പോർട്ട് പിടിച്ചെടുത്ത് വെച്ചത് ഈ ജൂൺ മാസത്തിലാണ്. ജൂലൈ 10 അദ്ദേഹത്തിൻ്റെ വിസ തീരും. അപ്പം അതിന് തൊട്ട് മുമ്പായിട്ടാണ് ആ പാസ്പോർട്ട് പിടിച്ചെടുത്ത് വെച്ചത്. സുരേഷ് ഗോപിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശ്വാസകരമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു അറിയിപ്പാണ് ഉണ്ടായത്. അതെ, ഞാൻ സാറിന് ജസ്റ്റ് ഞാൻ ഗൂഗിൾ വഴി ഒരു നമ്പർ തപ്പിയെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടതേ ഉള്ളൂ. ഒരു 2 മണിക്കൂറായില്ല അതിനു മുമ്പേ സാറിൻ്റെ ഓഫീസിൽ നിന്ന് കോള് വന്നു. വിഷമിക്കേണ്ട, എന്ത് സഹായം വേണേലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് തന്നെ ഒരു ഭയങ്കര ആശ്വാസമായിപ്പോയി. ആൻ്റണി സാറിനെ, അടൂർ MP ആൻ്റണി സാറിനെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. സാറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഞാൻ. സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നാണ് ഉടനെ ഒരു നടപടി ഉണ്ടായി രീതിയിൽ ഒരു ആശ്വാസ വാർത്ത ഉണ്ടാകുന്നത്. അതെ, പെട്ടെന്ന് തന്നെ വിളിച്ചു. പെട്ടെന്ന് തന്നെ എനിക്ക് സത്യം പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു. അതോടുകൂടി നമുക്ക് സമാധാനമായി. ഒരു കുഴപ്പവും ഇല്ല, രക്ഷപ്പെടുത്തിക്കോളാമെന്ന് പറഞ്ഞു സാറ്. സുരേഷ് ഗോപിയുടെ ഓഫീസ്, കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നുള്ള ഒരു ആശ്വാസം കൂടിയാണ് ഇവർക്ക് പറയാനുള്ളത്. എന്തായാലും എത്രയും വേഗം തന്നെ അവിടെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ജയകുമാറിന് മോചനം ഉണ്ടാകണം, നാട്ടിലെത്തിക്കണം എന്നുള്ള ഒരു ആവശ്യം മാത്രമാണ് കുടുംബത്തിന് പറയാനുള്ളത്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.